Big changes are coming to work permit in Croatia, guys. ഇപ്പോൾ ഫോറിൻ വർക്കേഴ്സിനെ എല്ലാം തന്നെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു നിയമമാണ് നിലവിൽ വരാൻ പോകുന്നത്. ഗവൺമെൻറ് ഇങ്ങനൊരു നിയമം നിലവിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് എതിരെയുള്ള അബ്യൂസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വർക്കേഴ്സിനെ പല രീതിയിൽ യൂസ് ചെയ്യുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്. സോ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നിയമം അവർ നിലവിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സാഗരബിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുപാട് ആളുകൾ ഞാൻ പല വീഡിയോസ് ഇൻഫർമേഷൻസ് ഇടുമ്പം ആളുകൾക്ക് കൂടുതലായിട്ട് ഡൗട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ TRC കാർഡിനൊക്കെ വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എസ്പെഷ്യലി നല്ല രീതിക്ക് ഡിലേ വരുന്നത് സാഗരബിൽ നിന്നാണ്. അപ്പോൾ സാഗരബിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും നല്ല ഡിലേ ഉണ്ട്. സാഗരബിലാണ് നിങ്ങൾ അഡ്രസ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് അപ്രൂവൽ വന്നാൽ മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. അതല്ല ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് 1, 2, 3 തവണയൊക്കെ കയറി ഇറങ്ങുക. നിങ്ങളുടെ ഓഫീസർ നല്ല മൂഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പേഴ്സ് വളരെ വേഗം തന്നെ തയ്യാറാക്കി തരികയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ സാഗരബിൽ വർക്ക് പെർമിറ്റ് വെയിറ്റ് ചെയ്യുന്ന വെരിഫിക്കേഷൻ കഴിയാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സമയം കിട്ടുമ്പോൾ അവിടെ പോയി ഒന്ന് അന്വേഷിച്ചൊക്കെ നോക്കുക. കാര്യം നിങ്ങളുടെ വെരിഫിക്കേഷൻ്റെ കാര്യം ചിലപ്പോൾ ആ ഒരു പോയിന്റിലായിരിക്കും അവർ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒരു തവണ പോയി കഴിഞ്ഞാൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാൻ ഗൈസ്. ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ക്രൊയേഷ്യയിലേക്ക് വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രാജ്യത്ത് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാമെന്നുള്ളതാണ്. യെസ്, അങ്ങനെ ആയിരുന്നു. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളിപ്പം സാഗരബിലൊക്കെ ഡിലേ ആയതുകൊണ്ട് പല എംപ്ലോയേഴ്സ് എന്താ വെച്ചാൽ ശിബനിക്കിലോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ കുറവുള്ള സ്ഥലങ്ങളിൽ പേപ്പേഴ്സ് ഇട്ടിട്ട് നമുക്ക് വർക്ക് പെർമിറ്റ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ആ പെർമിറ്റ് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ സാഗരബിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈവൻ ഞാനും ഫസ്റ്റ് ടൈമിൽ പോകുമ്പം എൻ്റെ വർക്ക് പെർമിറ്റ് ശിബനിക്കിലായിരുന്നു, പക്ഷെ ഞാൻ വർക്ക് ചെയ്തത് സാഗരബിലാണ്. സോ ആ ഒരു ടൈമിലെന്നല്ല ഇതുവരെയും അങ്ങനൊരു പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ അത് സാധ്യമാകില്ല എന്നുള്ള ഒരു പുതിയ കാര്യമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഏലിയൻസ് ആയിട്ടുള്ള പുതിയൊരു പോയിന്റാണ് ടെറിട്ടോറിയൽ ആസ്പെക്ട്സ് ഓഫ് വർക്ക് പെർമിറ്റ് എന്നുള്ളത്. അപ്പം നമുക്കറിയാം, പുതിയ ലോ ചേഞ്ച് വന്നപ്പം ആളുകൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് A1 ലാംഗ്വേജിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് മാത്രമാണ്. പക്ഷെ നമ്മൾ അറിയേണ്ട മറ്റു ചില കാര്യങ്ങളും കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ലാംഗ്വേജിൻ്റെ റൂളിൽ നമുക്ക് 1 ഇയർ ടൈം ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു കാണും. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീഡിയോ ചെയ്യാം. നമ്മുടെ ടെറിട്ടോറിയൽ റൂളാണെങ്കിൽ അതിന് അധികം സമയമൊന്നുമില്ല. ആസ് സൂൺ ആസ് പോസിബിൾ സംഭവം നിലവിൽ വരും എന്നുള്ളതാണ്. നമുക്ക് കൂടുതലായിട്ട് വളച്ചുകെട്ടൊന്നും വേണ്ട, സിമ്പിൾ കാര്യമാണ്. നമ്മുടെ വർക്ക് പെർമിറ്റ് ഏത് സിറ്റിയിലാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ സിറ്റിയിലുള്ള ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ജോബ് ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ആ വർക്ക് പെർമിറ്റ് വെച്ചിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യണം. അതല്ലാതെ പുറത്തു പോയി, അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, സ്പ്ലിറ്റിലും ഷിബനിക്കിലും ഉള്ള പെർമിറ്റ് എടുത്തിട്ട് നമ്മൾ സാഗരബിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ. ആ ഒരു കാര്യത്തിലാണ് ചെറിയ ബുദ്ധിമുട്ട് വരുന്നത്. ഇത് പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ എംപ്ലോയേഴ്സ് നമ്മളെ ആരെയും തന്നെ ഇനി ചൂഷണം ചെയ്യില്ല. അതായത് നമുക്ക് സാഗരബിൽ തന്നെ പെർമിറ്റ് എടുത്താലും പല ആളുകളെയും ഈ ഫാം ഏരിയയിലും ദൂരെ ഉൾക്കാട്ടിലൊക്കെ കൊണ്ടിടുന്ന ഒരു കാര്യങ്ങളുണ്ട്. സോ അത് ഇനി പോസിബിൾ ആവത്തില്ല. എവിടെയാണോ ഉള്ളത് ആ സിറ്റിയിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുമെന്നുള്ള ഫുൾ ഗ്യാരണ്ടി. നാട്ടിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ നമുക്ക് പേടിക്കാണ്ട്, നമുക്ക് സാഗരബിലെ പെർമിറ്റ് ആണെങ്കിൽ ഓക്കെ നമ്മൾ സാഗരബിൽ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവും. സെക്കൻഡ്, ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയേഴ്സ് കൂടുതലായിട്ട് ആളുകളെ എടുക്കാൻ വേണ്ടി മടിക്കും. നമുക്കൊരു എക്സാമ്പിൾ, ഒരു കഫേ ബാറിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കഫേ ബാറിൽ ഒരു വെയിറ്ററിൻ്റെ വേക്കൻസി വന്നു എന്ന് വെച്ചു. എസ്പെഷ്യലി സീസൺ ടൈം ആകുമ്പോഴായിരിക്കും അവർക്ക് ആ ആളെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവർ കൂടുതൽ സ്പീഡപ്പ് ആക്കുന്നത്. സോ അങ്ങനെ ഇരിക്കെ കൂടുതൽ എംപ്ലോയേഴ്സും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ വർക്ക് പെർമിറ്റ്സ് കുറവുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് 20 days ഒക്കെ കൊണ്ട് വർക്ക് പെർമിറ്റ് കിട്ടും. അപ്പോഴെന്ത് ചെയ്യും, പെട്ടെന്ന് വിസ പ്രോസസ്സിങ് കഴിഞ്ഞ് ആളെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇനി ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. എവിടെയാണോ വർക്ക് ചെയ്യേണ്ടത് ആ സ്റ്റേഷനിലല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ റിയൽ ആയിട്ട് ലേബർ ഷോർട്ടേജ് ഉള്ള ഒരു കാറ്റഗറിയിലോട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഈ സിറ്റി എന്നുള്ള ഒരു കാര്യവും കൂടി വന്നിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇനി മുതൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില അപ്രൂവൽസും കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്കമിങ് ലോ ചേഞ്ച് ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്രൊയേഷ്യയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും വരാൻ വേണ്ടി നിൽക്കുകയാണെങ്കിലും ഈ ഒരു നിയമത്തെക്കുറിച്ചിട്ട് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പോയിന്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.